വെൽക്കം ടു വാവീസ് ക്രിയേറ്റിവിറ്റി. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. ഓവനും ബേക്കിംഗ് ടൂൾസും ഇല്ലാതെ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഒരു ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് മൈദ നിറച്ച് കൊടുക്കാം. അതിലേക്ക് അര സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് വയ്ക്കാം. ചില്ല് ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. നിറച്ചെടുക്കണ്ട, നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെ നിറച്ചാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൽ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചു വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് അരിച്ചെടുക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്ക് സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. നന്നായി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറ് വേണം എടുക്കാൻ. ഞാനിവിടെ പൊടിക്കുന്ന ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 4 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിലേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് ബട്ടർ, 1/2 ഗ്ലാസ് പാല്, 1.5 സ്പൂൺ വനില എസൻസ് ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ബട്ടർ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കുറേശ്ശെ ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ വേണം ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടത്. ഇങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും. അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് കൂടുതലാണ്. നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്കിത് മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നല്ല സോഫ്റ്റ് മാവാണ്, കട്ടകളൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ബട്ടർ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 4 വശവും ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദാപ്പൊടി ഒന്ന് തൂകിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് എടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ വിസിൽ വെച്ചിട്ടില്ല, വാഷറുണ്ട്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം കുക്കർ ഷേക്ക് ചെയ്യരുത്. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു ദോശക്കല്ല് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് കുക്കർ എടുത്ത് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. കേക്ക് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം, സിറപ്പും റെഡിയാക്കാം. വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിലേക്ക് 1 ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം മിക്സിയിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വിപ്പിംഗ് ക്രീം തിക്കായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കണം മിക്സിയിൽ. ബീറ്ററിൽ ചെയ്യുന്ന അത്ര പെർഫെക്ഷൻ കിട്ടില്ല, പക്ഷെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1.5 സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കോഫി പൗഡറും 1 സ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 15-20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഐസിങ് കുറച്ചും കൂടി ഒരു തിക്നെസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സിറപ്പ് റെഡിയാക്കാം. അതിന് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ നന്നായിട്ടൊന്ന് പാലിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാട്ടോ ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ അതിലുണ്ടാവും. നമുക്ക് ഗനാശ് ഒഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് സിറപ്പാണ്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിറപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അടിപൊളി സിറപ്പാണ്. 25 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ എടുത്ത് നോക്കി. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്.
നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങിയും വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഓവനേക്കാളും നന്നായിട്ട് ബേക്ക് ചെയ്ത് നമുക്ക് കുക്കറിൽ കിട്ടി. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ കേക്ക് തലകീഴായി കുക്കറിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്കർ അടച്ചു വെച്ചിരുന്നു. മുകൾ ഭാഗത്ത് എന്തെങ്കിലും വേവ് കുറവുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതാണ് ആ കേക്കിൻ്റെ മുകളിലൊരു ഫ്ലാറ്റായിട്ട് ഷേപ്പ് കാണുന്നത്. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്കിനി മുറിച്ചെടുക്കുമ്പോൾ കാണാം. ഞാൻ അതിൻ്റെ ടോപ്പ് പോർഷൻ മുറിച്ചെടുക്കുക. നമുക്കൊരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ബ്രെഡ് കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല കേക്കാണ് കേട്ടോ. സൂപ്പർ സോഫ്റ്റ് കേക്ക്. ഈ സെൻറ്ററിലുള്ളത് വേവാത്തതല്ല, അത് കോക്കോ പൗഡറിൻ്റെ കളറാണ്. ഞാൻ വീണ്ടും ഒരു ലെയറും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. 2 ലെയറും കട്ട് ചെയ്ത് ഓക്കെ. നമ്മളെ കേക്ക് നല്ല സൂപ്പറായില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും വേണം. ഫില്ലിങ്സ് ഒന്നുമില്ലാതെ ചെറിയ പീസസ് ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ കഴിക്കാൻ പറ്റും. ഞാനിത് എൻ്റെ സ്വന്തം ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്. മുറിച്ച് വെച്ചിരിക്കുന്ന ലെയറിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ചേർത്താൽ മതി. ഇതിന് മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പം. ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേക്കിന് 4 ചുറ്റും കിട്ടും. ഇതിന് മുകളിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് എടുക്കാം. മറ്റേ ലെയറിൻ്റെ വെക്കുന്ന ഭാഗത്താണ് ഞാൻ ഷുഗർ സിറപ്പ് തേച്ചിരിക്കുന്നത്. അത് കമഴ്ത്തി വെച്ചതിന് ശേഷം അതിന് മുകളിൽ കൂടി നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്ത് എടുക്കുക. കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇല്ലാതെ നമുക്ക് ഒരു വനില സ്പോഞ്ച് കേക്ക് ഇതേ രീതിയിൽ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റും. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഫില്ലിങ്ങും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ കേക്കിന് മധുരം ഉണ്ടാകത്തില്ല. ഇത് ഞാൻ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗനാഷൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് 3/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് സ്പോഞ്ച് തയ്യാറാക്കിയത്. സാധാരണ ഒരു തടിത്തവി ഉപയോഗിച്ചാണ് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. സെറ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ക്രീം ഒന്ന് കേക്കിൽ നന്നായി സെറ്റായിട്ട് കിട്ടും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. ഓവൻ്റെ ആവശ്യമില്ല, ബീറ്ററോ ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള കുക്കറും മിക്സി ഉപയോഗിച്ച് ചെയ്യാം. കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സിൽവർ ബീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ടാഗും കുത്തി വയ്ക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching my channel. Stay home, stay safe and stay healthy.